അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ആഞ്ജനേയ 2255 എന്ന് പറഞ്ഞിട്ടുള്ള കുഞ്ഞു ചാനലിലേക്ക് സ്വാഗതം. പണ്ടൊക്കെ ഞാൻ എപ്പോഴും ആഞ്ജനേയ 2255 എന്ന് ഇങ്ങനെ പറയുന്നു. ഇപ്പം ഞാൻ അങ്ങനെ പേര് പറയലില്ല കേട്ടോ. എപ്പോഴും പുറത്ത് പോകുമ്പോൾ ഞങ്ങൾ ഓട്ടോയിലാണ് പോവല്. അപ്പോൾ ഇന്നൊന്ന് സ്കൂട്ടിക്ക് പോവാമെന്ന് വിചാരിച്ചു. പിന്നെ എവിടേക്കാണ് പോണേന്നൊക്കെ ഞാൻ വഴിയെ പറയേ. പോയിട്ട് ഞങ്ങൾ കല്ലമ്പാറ എത്തിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. ആളൊരു കേക്ക് ബേക്കറാണ്. അവളുടെ കയ്യിൽ നിന്ന് ഞാനൊരു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ്. സാധനം കയ്യിൽ കിട്ടിയപ്പോഴാണ് അവളുടെ അടുത്ത് പറയുന്നത് ഇത് അവളുടെ വക എനിക്കുള്ളൊരു ഗിഫ്റ്റാണ്. എൻ്റെ ഫ്രണ്ട് അതിനെ കൊണ്ട് ഞാൻ പൊക്കി പറയാന്നല്ല കേട്ടോ. ആൾ അടിപൊളിയായിട്ട് കേക്കൊക്കെ ഉണ്ടാക്കും. ആദൂസ് കേക്ക് ഫാന്റസി എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റയിൽ ഒരു പേജൊക്കെ ഉണ്ട്. ഹോം ഡെലിവറി ഒക്കെ ഉണ്ട്. അടുത്തുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വാങ്ങിച്ചോളിയെ. അടിപൊളി കേക്കാണ്. അപ്പോൾ ഇത് എന്തിനാ കേക്ക് വാങ്ങിച്ചതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. കുറച്ചാൾക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും. നമ്മളെ കുഞ്ഞു ഫാമിലി ഉണ്ടല്ലോ, നമ്മുടെ വലിയ ഫാമിലി ആയിട്ട് നമുക്ക് 50K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ഷോർട്സ് ഇട്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തായാലും ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഒരു 500 സബ്സ്ക്രൈബേഴ്സ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എനിക്ക് അറിയണോലും അറിയാത്തപോലെയൊക്കെ കാല് പിടിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ചുരുക്കി പറഞ്ഞൊക്കെയാണെങ്കിൽ ആ 500 സബ്സ്ക്രൈബേഴ്സ് ഒഴികെ ബാക്കിയുള്ള ആളുകൾ ആരാണെന്നോ എവിടെ ഉള്ള ആളുകളാണെന്നോ ഒന്നും എനിക്കറിയില്ല കേട്ടോ. 500 1000 സബ്സ്ക്രൈബർ ആയപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അന്നൊരു കേക്ക് കട്ട് ചെയ്യണമെന്ന്. പക്ഷേ എനിക്ക് അന്ന് കട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല കേട്ടോ. പിന്നെ 10K ആയപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന അപ്പം കട്ട് ചെയ്യാന്ന്. പക്ഷേ എനിക്ക് അപ്പോഴും കട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ കേക്ക് ഒന്നും കട്ട് ചെയ്യണ്ട, ഇനി എന്തെങ്കിലും 50K ഒക്കെ ആവുകയാണെങ്കിൽ അപ്പം കട്ട് ചെയ്യാണ്ടല്ലോ. അന്ന് ആ 10K 20K ഒക്കെ ആവുന്ന സമയത്തുണ്ടല്ലോ സബ്സ്ക്രൈബേഴ്സ് 10K 20K കഴിഞ്ഞിട്ടാണ് ഞാൻ കാണല്. പക്ഷേ ഈ 50K അങ്ങനെയല്ല. ഞാനുണ്ടല്ലോ ഫോൺ എടുത്തിട്ട് വെറുതെ ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്തതാണ്. 49,999 ഇങ്ങനെ നിൽക്കുന്നിട്ട് ഞാൻ വീണ്ടും റിഫ്രഷ് ചെയ്ത് പെട്ടെന്ന് അതാണ് 50,000 അങ്ങോട്ട് വന്ന്. അപ്പം ഉണ്ടല്ലോ എനിക്കുണ്ടായ ഒരു സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. ഇനി നിങ്ങൾ ഓരോരുത്തർ സപ്പോർട്ടും ഇല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും ഇത് നേടിയെടുക്കാൻ കഴിയില്ലായിരുന്നു. ഈ കേക്ക് കട്ടിങ് എനിക്കാണെങ്കിൽ 4 ആളെ അറിയിക്കാൻ വേണ്ടി കൂടിയാണ് നമുക്ക് 50K സബ്സ്ക്രൈബേഴ്സ് ആയി എന്നുള്ളത്. ഒരു കാരണമുണ്ട്. നമ്മളെ ഫാമിലി ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ഇങ്ങനെ ഫോണും പിടിച്ച് എല്ലാവരുടെ അടുത്തും പോയിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കൂട്ടോ. അപ്പോൾ വെറുതെ എന്നെ കളിയാക്കിക്കൊണ്ടാണെങ്കിലും പറയുമോ യൂട്യൂബർ വരണ്ട്. ആദ്യമൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് എന്തോ പോലെ എനിക്ക് കുറച്ചാൾ ഇങ്ങനെ കൂടിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്കോ യൂട്യൂബർ വരണ്ട് അറിയുമ്പോൾ ഒരു മുമ്പിൽ ഇങ്ങനെ ഒരു കൊച്ചാക്കണ പോലെ ആകുമ്പോൾ ഇങ്ങനെ ഫീൽ ചെയ്യാൻ. പക്ഷേ ഇപ്പോൾ അത് പറയുമ്പോൾ എനിക്കൊരു കുഴപ്പമില്ല കേട്ടോ. എന്താ അറിയില്ല, കേട്ട് ശീലമായി പോയതാവും. അതൊക്കെ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ വെറുതെ വീഡിയോസ് പോസ്റ്റ് ചെയ്യാന്നുള്ളതിന് അല്ലാണ്ട് എനിക്ക് റവന്യൂ കിട്ടണമെന്നോ നല്ല റീച്ച് ആവണമെന്നോ ഒന്നും ആഗ്രഹമില്ല. അന്നൊക്കെ ടിക്ടോക്ക് ഇല്ലേനെ. അപ്പോൾ ടിക്ടോക്ക് ഒഴിവാക്കിയപ്പോൾ ഞാൻ പിന്നെ യൂട്യൂബിലേക്ക് കയറി, അത്ര മാത്രമേ ഉള്ളേന്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ, അനീഷ്മ. അവൾ കാരണമാണ് ഞാൻ യൂട്യൂബ് എടുത്തത്. അവൾക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടേനെ. അങ്ങനെ ഞാൻ അവളോട് ചോദിച്ചിട്ട് കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അങ്ങനെ യൂട്യൂബ് ചാനൽ എടുത്താണ്. എനിക്ക് ഫസ്റ്റിലെ എൻ്റെ ചാനലൊക്കെ റെഡിയാക്കി തന്നത് അവളുടെ ഹസ്ബൻഡും. അങ്ങനെ ഓരോ ഷോർട്സ് ഇടാൻ തുടങ്ങി. ഫസ്റ്റൊക്കെ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ 24 കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന വ്യൂസ്. അതൊക്കെ ഭയങ്കര കാര്യമാണ്. പിന്നെ അതൊരു 70-80 ആയി. പിന്നെ അത് 100-ലേക്കായി. അങ്ങനെ 100 പിന്നെ സ്റ്റോപ്പായി പോകും. അങ്ങനെയാണ് കേട്ടോ അധികം ഉണ്ടാവല്. പിന്നെ അത് 400 അങ്ങനെ 800 അവസാനം 1.2K അതിൽ നിൽക്കണ ഒരു ടൈമായി. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. ചില വീഡിയോസൊക്കെ ഇട്ടാൽ 1K ഒക്കെ കിട്ടലുള്ളൂ. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഒരു ദിവസം ഒരു നെറ്റിപ്പട്ട ഉണ്ടാക്കിയിട്ട് അതിൻ്റെ വീഡിയോ ഇട്ട്. പക്ഷേ എൻ്റെ വോയിസ് കൊടുത്തില്ല കേട്ടോ, പാട്ടും കൊടുത്തില്ല. ഞാൻ രവീണ എന്ന് പറഞ്ഞിട്ടുള്ളൊരു യൂട്യൂബർ ഇല്ലേ, ആളുടെ സൗണ്ടാണ് കൊടുത്തത്. പക്ഷേ ആ വീഡിയോയ്ക്ക് ആണെങ്കിൽ എനിക്ക് 1 മില്യൺ വ്യൂസ് കിട്ടി. അതിലെനിക്ക് കുറേ നെഗറ്റീവ് കമൻറ്റ് വന്നത്. സ്വന്തം വോയിസ് അല്ലല്ലോ, സ്വന്തം വോയിസിൽ വീഡിയോ ഇടാതെ ഇതത്ര വലിയ കാര്യമൊന്നുമല്ല അങ്ങനെയൊക്കെ പറഞ്ഞു. നെഗറ്റീവ് പറഞ്ഞവരൊന്നും ചിന്തിച്ചില്ല എൻ്റെ 2-3 ദിവസത്തെ കഷ്ടപ്പാടാണ് ഈ നെറ്റിപ്പട്ട ഉണ്ടാക്കിയത് എന്നുള്ളത്. ഞാനത് ഒരുപാട് പേര് കാണുമെന്നൊന്നും വിചാരിച്ചിട്ടല്ല. കാരണം ഈ 1K അല്ലെങ്കിൽ 800-700 വ്യൂസ് കിട്ടുന്ന സ്ഥലത്ത് എന്തെങ്കിലും ഒരു വോയിസ്, നല്ലൊരു വോയിസ് കണ്ടപ്പോൾ ആ വോയിസ് എടുത്തിട്ട് അത്രയേ ഉള്ളൂ ഇനി. പക്ഷെ അത് അത്രയും ആളുകൾ കണ്ടപ്പോഴേ അന്ന് ചീത്തായിട്ട് തന്നെ ചീത്താണ്. നമുക്ക് സ്വന്തം വോയിസിൽ ഇടാൻ കഴിയുകയാണെങ്കിൽ മാത്രമേ ഇട്ടാൽ മതി, അല്ലാതെ അല്ലെങ്കിൽ പാട്ടെടുത്താൽ മതി, അല്ലാണ്ട് ഇങ്ങനെ ഓരോ വോയിസ് എടുക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അന്ന് ഞാൻ ആ വോയിസ് എടുത്തപ്പോഴേ ഇത് വീഡിയോ കണ്ടവർക്ക് മാത്രമേ പ്രശ്നമുള്ളതിന് ആ വോയിസിൻ്റെ ഓണർക്ക് ഒരു കുഴപ്പമില്ല എന്നിട്ട് എനിക്ക് കമൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അപ്രിഷ്യേറ്റ് ഒക്കെ ചെയ്തിട്ട് അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ആ കമൻറ്റ് ഞാൻ അതിൽ പിൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എനിക്കാണെങ്കിൽ അന്നൊക്കെ വോയിസ് കൊടുക്കാന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ എന്തോ ഭയങ്കര ഒരു ചമ്മലേനെ കേട്ടോ. അങ്ങനെ ചീത്തായിട്ടിൻ്റെ ഒറ്റ മോട്ടിവേഷൻ കാരണമാണ് ഞാൻ പിന്നെ വോയിസ് കൊടുക്കാൻ തുടങ്ങിയത്. ഞാൻ വോയിസ് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഉണ്ടല്ലോ ഈ 1K ഒക്കെ കിട്ടുന്ന സ്ഥലത്ത് എനിക്ക് 8K 9K ഒക്കെ വ്യൂസ് കിട്ടാൻ. ഞാൻ എൻ്റെ സ്വന്തം വോയിസിലൊരു വീഡിയോ ഇട്ട് അതിനാണെങ്കിലും എനിക്ക് 2 മില്യൺ വ്യൂസാണ് കിട്ടിയത്. അതിന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പം ഞാൻ സങ്കടപ്പെട്ടപ്പോൾ ദൈവം എനിക്ക് അതിനെക്കാട്ടിലും വലിയൊരു സന്തോഷം തന്നു. അപ്പം ഇത്രയേ ഉള്ളൂ.